നമസ്കാരം നമസ്കാരം നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വിവരദോഷിയായ ഒരാളെ ഞാനിവിടെ കാണിക്കുകയാണ്. ദാണ്ട ഗംഗൻ അണ്ണൂർ. അയാൾ ആരാണെന്ന് അയാൾ തന്നെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. വിരോധാഭാസിയാണെന്ന്. ഒരാഭാസനാണ് അയാൾ. താനൊരു വിരോധാഭാസനാണെന്ന് അയാളെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് അയാളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഞാൻ വിരോധാഭാസിയാണെന്ന്. അതെ, താനൊരു വിരോധാഭാസിയാണെന്ന് തൻ്റെ എഴുത്തിലൂടെ തന്നെ ഞാൻ മനസ്സിലാക്കിയിടും. ഗംഗൻ അണ്ണൂർ താൻ എഴുതി വെച്ചതുപോലെ തന്നെ താൻ അസലൊരു വിരോധാഭാസി. മനസ്സിലായോ? താൻ തന്നോട് തന്നെ കിടന്ന് വിരോധിക്കുകയാണ്. കാര്യം എന്തു അതൊന്നും തനിക്കറിയില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവും ഒന്നും തനിക്കില്ല. തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല തനിക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ കാര്യം, തൊലിങ്ങിയ ഒരു മോന്ത, കാണാൻ കൊള്ളാത്ത ഒരു മോന്ത, തൊലിങ്ങിയ ഒരു പല്ലും മോന്തയും, 3-4 രോമ മീശയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയുണ്ട്. മൂക്കിന് താഴെ 3-4 രോമ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കിളിച്ച് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ആണാവത്തില്ല. മനസ്സിലായോ? ആണാകണമെങ്കിൽ എന്ത് വേണം? ആണത്വം ഉണ്ടാകണം. ആണത്വം ഉണ്ടാകണമെങ്കിൽ ഒരാണായിട്ട് തന്നെ ജനിക്കണം. മനസ്സിലായോ? നിനക്കെങ്ങാണ്ട് കിടന്ന് ഒരു പഴവിഴുങ്ങി. ഒന്നാമത്തെ കാര്യം, കാണാൻ കൊള്ളത്തില്ല. തൊലിങ്ങിയ മീശ, 3-4-7 രോമം എങ്ങാണ്ട് മേളിലെങ്ങാണ്ട് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. എന്നിട്ട് അവനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വിരോധാഭാസിയെന്ന്. എടാ, നീ അത് 5-6 വട്ടം നീ തന്നെ ഒന്ന് വായിക്കണം. നീ നിന്നോട് തന്നെ വിരോധിക്കുന്നത്. മനസ്സിലായോ? നീയേ നിന്നോട് തന്നെ വിരോധിക്കുന്ന. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് നീ എൻ്റെ പേജിനകത്ത് കൊണ്ടുവന്ന് വെച്ച എഴുത്തുകളാണ്. മനസ്സിലായോ? നീ നാഗ എന്ന ദേഹത്തോട് കിടന്ന് മൽപ്പിടുത്തം നടത്തുക. നാഗ എന്ന ദേഹത്തോട് നീ കിടന്ന് മൽപ്പിടുത്തം നടത്തുകയാണ്. നിന്റെ പേര് തന്നെ വിരോധാഭാസിയാണെന്ന് നീ പറയുന്നുണ്ട്. നിന്നെ പ്രശംസിക്കുവാനായിട്ട് ആരുമില്ല. നിന്നെ ലോകത്താരും അറിയുന്നില്ല. നിന്റെ നാട്ടുകാർക്കും നിന്നെ വേണ്ട, വീട്ടുകാർക്കും വേണ്ട, സമൂഹത്തിനും വേണ്ട, ആർക്കും വേണ്ടാത്ത എവിടെയോ കിടക്കുന്ന ഒരു പഴം കൂറയാണ് നീ. ഇപ്പൊ നാണം കിടുക നീ. മനസ്സിലായോ? എൻ്റെ അരികിൽ വരുന്നവരൊക്കെ നേരായ വിധത്തിൽ എൻ്റെ അരികിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ നന്നായിട്ട് നാണം കിടും. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഞാൻ വിരോധാഭാസി. നീ എഴുതി വെച്ചേക്കോ. നീ അത് തന്നെയാണെന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? പറഞ്ഞുതരാം. ഓരോന്നും എണ്ണി പറഞ്ഞുതരാം. ലവൾ തന്നെ കുറെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയേച്ച് സ്വയം പുകഴ്ത്തി കുറെ കമന്റ് ഇട്ട് ലവൾ തന്നെ ലവ് റിയാക്ഷൻ കൊടുത്ത് ലവൾ തന്നെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത് ലവൾ തന്നെ നിർവൃതി കൊള്ളുന്നു. ഇജാതി സൈക്കോ കിളവി. നാണമില്ലേ ദിവ്യ കുളക്കടയെന്ന്. ഞാൻ ഇത്രയും കാര്യങ്ങൾ എഴുതുന്നു എന്ന് നിന്റെ ചിന്തയിൽ, നിന്റെ പേട്ടാന്തരയിൽ നിനക്കുദിച്ച കാര്യങ്ങളാണ്. മനസ്സിലായോ? അതായത് എനിക്ക് വന്ന ഇതുണ്ട്.
ദാണ്ട് എനിക്ക് വന്ന ഈ വാക്കുകൾ, ഈ പ്രശംസയാണ് അയാളെ ഭ്രാന്ത് കുടിപ്പിച്ചത്. അയാളെ ഇങ്ങനെ ആരെങ്കിലും പറയാൻ വേണ്ടി അയാൾ നല്ല പ്രവൃത്തികൾ ഈ സമൂഹത്തിൽ ചെയ്യണ്ടേ? എടാ പേട്ടാൻ തലയാ, നിന്നെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ പറയണമെങ്കിൽ നീ നല്ല പ്രവൃത്തികൾ ഈ സമൂഹത്തിന് ചെയ്ത് കാണിക്കാമെങ്കിൽ മാത്രമേ ആളുകൾ നിന്നെക്കുറിച്ച് നിന്റെ മുഖം നല്ലതാണ്, നിന്റെ മറ്റേത് നല്ലതാണ്, നീ നല്ലതാണ് എന്നൊക്കെ പറയുള്ളൂ. മനസ്സിലായോ? നിന്നെക്കുറിച്ച് നല്ലൊരു വാക്ക് പറയാൻ ആരുമില്ല. അപ്പോൾ നാഗ സൈരന്ധ്രി ദേവിയുടെ ദേഹം കണ്ടപ്പോൾ നീ ആ ദേഹത്തോട്, ആ പെണ്ണിനോട് മൽപ്പിടുത്തം കാട്ടി നടത്തുവാണ്. പക്ഷെ നിനക്ക് എങ്ങും എത്താൻ കഴിയുന്നില്ല. നീ ആരാലും അറിയപ്പെടുന്നില്ല. ഇനിയിപ്പോൾ അവൻ എഴുതിയേക്കുക അതെങ്ങാണ് ഫേക്ക് ഐ ഡി ആണെന്ന് നിന്റെ തന്ത വന്ന് പറഞ്ഞോ നിന്നോട്? നീ തുണയുണ്ടെങ്കിൽ ഇതാട്ടെ, ഞാനപ്പോൾ അവന് നിനക്ക് മറുപടി തന്നിട്ടുണ്ട്. ഞാൻ ഇതവിടെ വായിക്കുന്നില്ല, വായിക്കാതെ തന്നെ കണ്ടോ നിനക്ക് ഞാനൊരു മറുപടി തന്നു. കണ്ടോ? ആ മറുപടി എന്തായാലും 5 പേർക്ക് ഇഷ്ടപ്പെട്ടു. ലവ് ചിഹ്നമുണ്ട്, ചിരിയുമുണ്ട്, ലൈക്കും ഉണ്ട്. ഞാൻ നിനക്ക് തന്ന മറുപടിയാണിത്. കേട്ടോടാ പേട്ടാൻ തലയാ. അതായത് എനിക്കിങ്ങനെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി രസിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഫേക്ക് ഐ ഡി ഉണ്ടാക്കി നിന്നെപ്പോലുള്ളതിനെയൊക്കെ മര്യാദ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനിങ്ങനെ ഈ ലോകത്ത് നിറഞ്ഞു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഉദ്ദേശവും എൻ്റെ ലക്ഷ്യങ്ങളും വേറെയാണ്. ഇന്ത്യക്കകത്ത് നിന്നും പുറത്തു നിന്നും സൗഹൃദങ്ങളെ ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ പുറത്തേക്ക് ഇനി പോകുക എന്നതാണ്. ഇന്ത്യയുടെ പുറത്തേക്ക് പോയി അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഞാൻ എന്താണോ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ നിന്നെപ്പോലുള്ള ഊളകളുടെ അടുക്കൽ വന്ന കാര്യം പറയാനല്ല എൻ്റെ ലക്ഷ്യം. പിന്നെ ഞാൻ എന്തിനാണ് നിന്നോടിപ്പോൾ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞുതരാം, നിനക്ക് കൂടുതൽ ഭ്രാന്ത് പിടിക്കാൻ വേണ്ടിയാണ്. ഈ ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ പക്ക ഭ്രാന്ത് പിടിക്കും. അപ്പോഴേ അതിനെ വേണ്ട വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് ഭ്രാന്ത് പിടിച്ച് മരണത്തിലേക്കായിരിക്കും പോകുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ നീ അങ്ങനെ മരണപ്പെടാനും നിനക്ക് നട്ടഭ്രാന്ത് പിടിക്കാനുമാണ് ഞാൻ ഈ ചെയ്തു കൂട്ടുന്നത്. മനസ്സിലായോ? ഓപ്പണായിട്ട് തന്നെയാണ് ചെയ്തു കൂട്ടുന്നത്. എന്നെ നശിപ്പിക്കാൻ വരുന്നവരെ തീർത്തും അങ്ങോട്ട് നശിപ്പിക്കുക എന്നതാണ് എൻ്റെ പോളിസി. മനസ്സിലായോ? അതിനൊരു ദയവോ അലിവോ ഒന്നും എനിക്കില്ല. ഇനി സ്പിരിച്വാലിറ്റിയിൽ ഇത് ഇത്തിരി അപകടകരമായ കാര്യമാണ്. വളരെ സിമ്പിളായിട്ടൊക്കെ ആളുകൾക്ക് തോന്നും, ആളുകൾക്കത് തമാശയായിട്ട് തോന്നുമെങ്കിലും അതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ ഒട്ടും തമാശയല്ല. മനസ്സിലായോ? അത് ഒട്ടും തമാശയല്ല. അപ്പോൾ നിനക്ക് മുഴുവട്ടനായി തീരാൻ വേണ്ടിയാണ് ഞാനിത് വിടുന്നത്. നീ പറയുന്നുണ്ട് ഫേക്ക് ഐ ഡി ആണ്. നീ വന്നല്ലോ ഹഹഹ എന്ന് പറഞ്ഞ. എടാ കാണാൻ കൊള്ളാത്തവനെ, നിന്റെ മൂക്കിൻ്റെ കീഴിൽ നീ ലൈവിൽ വന്ന് നീ നോക്കണം. നിന്റെ മൂക്കിന് കീഴിൽ 3-4 രോമമുണ്ട്. നീ വല്ല ചുന്ദരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നീ ഇരിക്കുന്നത്. നിന്നെ ഒട്ടും കാണാൻ കൊള്ളത്തില്ലടാ. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എന്ന മുതുമൈരനാണ് നീ, ഒരു പഴവിഴുങ്ങി. മനസ്സിലായോ? നീ എത്രയും പെട്ടെന്ന് മരണപ്പെട്ടു പോകാനാണ് എൻ്റെ ആഗ്രഹം. അതിന് നിന്നെ ഞാൻ കൂടുതൽ മരണത്തിലേക്കാണ് വിടുന്നത്. നിനക്ക് മുഴുവട്ടനാക്കി ഭ്രാന്തനാക്കി വിടാനാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. അത് തന്നെയാണ് കാരണം. നീ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേണ്ടേ? ഇനി സ്വയം പുകഴ്ത്തി കുറെ കമന്റ് ഇട്ട് ലവൾ തന്നെ ലവ് റിയാക്ഷൻ കൊടുത്ത്. അതെ, ഞാൻ കമന്റ് ഇടുമ്പോൾ ഞാൻ തന്നെ അതിനെ ലവ് റിയാക്ഷൻ കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്
ഞാനത് കൊടുക്കുന്നതാണ്. എനിക്ക് എന്നോടാണ് ഇഷ്ടം, എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരെയും എനിക്കിഷ്ടമാണ്. നീ ആ പേജിനകത്ത് വന്ന് നോക്കിയാൽ മതി. ഞാൻ തന്നെ കമന്റ് ഇട്ട് ഞാൻ തന്നെ ലവ് റിയാക്ഷൻ കൊടുക്കാറുണ്ട്. എനിക്ക് എന്നെ ഇഷ്ടമാണ്, എൻ്റെ വാക്കുകളെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ലവ് റിയാക്ഷൻ കൊടുക്കുന്നു. പക്ഷെ നിനക്കത് കിട്ടുന്നില്ല. നീ നോക്ക്, ഒരു റിയാക്ഷൻ പോലും എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ? എൻ്റെ വായിലിരിക്കുന്ന ശാപവാക്കുകളല്ലാതെ നിനക്ക് യാതൊന്നും തന്നെ കിട്ടുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത് ലവൾ തന്നെ നിർവൃതി കൊള്ളുന്നു. അതെ, ഈ സ്ക്രീൻഷോട്ട് എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിന്നെ ഞാൻ 1 കോടി രൂപയ്ക്ക് വിൽക്കുകയാണ്. നീ എന്ന് പറയുന്ന പൊട്ടനെ 1 കോടി രൂപയ്ക്ക് ഞാൻ വിറ്റുകൊണ്ടേയിരിക്കുക. എൻ്റെ മെൻ്റൽ ഗ്രൂപ്പ് എന്ന ചാനലിൽ നിന്റെ വിഡ്ഢിത്തരങ്ങൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത് അതിന് ഞാൻ 1 കോടി രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത്. നിനക്ക് മുഴുത്ത ഭ്രാന്ത് വരാൻ തന്നെയാണ് ഞാൻ ആ ചെയ്തത്. മനസ്സിലായോ? നീ ഒരു മുഴുവട്ടനായി തീരാനാണ് എൻ്റെ ആഗ്രഹം. അതാകും നീ ഞാൻ ഇനി പറഞ്ഞു തരുന്ന മാർഗങ്ങളിലൂടെ. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കാര്യം, ഇജാതി സൈക്കോകൾ നാണമില്ലേ ദിവ്യ കുളക്കട. നീ ഇപ്പൊ പറഞ്ഞു ഞാൻ തന്നെ കമന്റ് ഇട്ട് ലവ് റിയാക്ഷൻ കൊടുക്കുന്നു എന്ന്. ഈ ലവ് റിയാക്ഷൻ എൻ്റെ കമന്റിന്, എൻ്റെ വാക്കുകളെ ഞാൻ അംഗീകരിക്കുന്നതിന് എനിക്ക് ഒരു നാണവും മാനവും ഇല്ല. എനിക്ക് അഭിമാനമേ ഉള്ളൂ. മനസ്സിലായോ? എൻ്റെ ഓരോ പ്രവൃത്തിയും ഞാൻ ഇവിടെ ചെയ്തു വെക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനമാണ്. പക്ഷേ നിന്റെ വാക്കുകൾ നിനക്ക് എപ്പോഴെങ്കിലും അഭിമാനമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. നിന്റെ വാക്കുകൾ പൊട്ടത്തരമാണെന്ന് നിനക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നിനക്ക് അവിടെ ലവ് റിയാക്ഷൻ പോലും സ്വയം കൊടുക്കാൻ നിനക്ക് കഴിയില്ല. കാരണം നിനക്കറിയാം നീ എഴുതുന്നത് നെഗറ്റീവ് ആണെന്നറിയാം. നീ കൂടുതൽ നെഗറ്റീവിലേക്ക് പോകുവാണ്. മനസ്സിലായോ? നിനക്കൊരിക്കലും പോസിറ്റീവിലേക്ക് ഇനി കടന്നു വരാൻ പോലും പറ്റില്ല. നിന്റെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിന്നെ അറിഞ്ഞു കഴിഞ്ഞു. നിനക്ക് ഇന്ന് നീ നാണം കെട്ട് ജീവിക്കേണ്ടി വരുന്നു. നീ എന്നോട് ചോദിച്ച് നാണമില്ലേ എന്ന് ചോദിച്ച നിനക്ക് ഇവിടെ നാണമില്ലാതെ കഴിയേണ്ടി വരുന്നു. നിനക്കിനി മുഴുവട്ടനായി മാറേണ്ടിയിരുന്നു. നീ എന്ന വിഷം, നീ ഇവിടെ വിഷം തുപ്പിവെച്ചു. ആ വിഷം നിന്നെ കൊണ്ട് തന്നെ ഞാൻ കുടിപ്പിക്കുകയാണ്. ഇതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മാന്ത്രികം. മനസ്സിലായോ? ഇത് ദുർമന്ത്രവാദത്തിലൊക്കെ പെടുന്നതാ. നീ ഇവിടെ വിഷം തുപ്പിയിടുന്നു, നെഗറ്റീവ് ഇടുന്നു. ആ നെഗറ്റീവ് നിന്നെ കൊണ്ട് തന്നെ ഞാൻ വായിപ്പിക്കുന്നു. എൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വരൂ. അവിടെ നീ എഴുതിയിടുന്ന ഓരോ നെഗറ്റീവ് കമൻറ്റും നീ തന്നെ വായിക്കാൻ വേണ്ടി ഇനി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, മനസ്സിലായോ, നീ തന്നെ അത് വായിക്കും. നിനക്കൊരു ചെറിയ വട്ട് വരും, ചെറുതല്ല, ഭ്രാന്ത് വരും. ആ ഭ്രാന്ത് വരുമ്പോൾ നീ ആരാണെന്ന് പോലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അപ്പോൾ നീ എൻ്റെ പേജിലേക്ക് ഒന്ന് ഓർമ്മയിൽ എത്തുവാണെങ്കിൽ എൻ്റെ പേജിലേക്ക് വന്നാൽ മതി. നീ ആരാണെന്ന് നിന്റെ ഈ കമൻറ്റിലൂടെ നീ അറിയിക്കും. നിന്നെ അറിയിച്ചു തരും. നിന്റെ ഈ തിരുമോന്തയും നിന്റെ ഈ പേരും ഒക്കെയും നീ ആരായിരുന്നു, നീ എന്തെല്ലാമാണ് ഇവിടെ ചെയ്തു കൂട്ടിയത് ഒക്കെയും നിനക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആര് എന്ന് ഉള്ള ഉത്തരം നീ തന്നെ ഇവിടെ എഴുതി വെച്ചേക്കുന്നു. ഞാൻ ആര്, അതിനുള്ള ഉത്തരവാണ് നീ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഗംഗൻ അണ്ണൂർ, ഞാൻ വിരോധാഭാസി. നീ ഒരു വിരോധാഭാസിയാണെന്നും പച്ചയ്ക്ക് ആഭാസനാണെന്നും നീ നിന്നെ തന്നെ വിരോധിക്കുകയാണ്. തീർന്നില്ല, ഇനിയും ഞാൻ തരാൻ നിനക്ക് കൂലി. ഇതങ്ങ് ഓഫായിപ്പോയി. നീ ഒന്ന് മനസ്സിലാക്കണം. ഇത്രയായിട്ടും നിന്നെ ഈ സമൂഹം നിന്നെ പലതും പറയുന്നുണ്ട്.
നിന്റെ വീട്ടുകാർ പറയുന്നുണ്ട്, കൂട്ടുകാർ പറയുന്നുണ്ട്, ബന്ധുക്കൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെയായിട്ട് നിന്റെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഇന്ന് വരെ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. ഈ സമൂഹത്തിലെ നാഗ സൈരന്ധ്രി ദേവി ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ആരെയും, നിങ്ങളുടെ ആരുടെയും സന്തോഷത്തെ തകർക്കുന്നില്ല, നിങ്ങളുടെ ആരുടെയും ജീവിതത്തെ തകർക്കുന്നില്ല. പക്ഷെ എൻ്റെ അടുക്കിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിടില്ല കുഞ്ഞെ. ഞാൻ നിന്നെയൊക്കെ അനുഭവിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. ആണ്ടേ നിനക്കൊരു ചെറിയൊരു മെന്റൽ പ്രോബ്ലം വരും, അതോടുകൂടി നിന്റെ എല്ലാ ആഫീസ് കൂട്ടും. ആഫീസ് കൂട്ടുന്നതുകൊണ്ട് നീ എന്ത് ചെയ്യും? നീ ആരാണ്, അതായത് ഞാൻ ആരായിരുന്നു എന്ന് സ്വയം ചോദിക്കും. അപ്പോൾ ഓർമ്മ കിട്ടുവാണെങ്കിൽ എൻ്റെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ഈ വീഡിയോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. നീ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഒരു വിരോധാഭാസിയാണ്. നീ നിന്നോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. നിന്റെ ഈ തിരുമോന്ത കണ്ടോ? കാണാൻ കൊള്ളത്തില്ല, എന്നാലും നീ അങ്ങ് തൊലിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? 4, 3, 7 പൂടയുണ്ട് മൂക്കിന് കീഴെ. മനസ്സിലായോ? നീ ഇപ്പൊ ഈ ലൈവിലുണ്ട്. മനസ്സിലായോ? അപ്പൊ നീ തന്നെ നിന്റെ പേര് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നാഗ എന്ന പെൺ ശരീരത്തിനോടാണ് യുദ്ധം ചെയ്യുന്നത്. ദേഹത്തോടാണ് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. മാത്രമല്ല, നീ നിന്നോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. നിന്റെ മനസ്സിനോടാണ് യുദ്ധം ചെയ്യുന്നത്. അകത്തുള്ള നിന്നെ നീ കാണുന്നില്ല. പുറത്തുള്ള പെൺദേഹത്തോട് യുദ്ധം ചെയ്യുകയാണ് ഒരു കാര്യവും ഇല്ലാതെ. ആ പെൺദേഹം നിന്നോട് ഒരു അനാവശ്യവും പറയാൻ വന്നിട്ടില്ല ഇന്ന് വരെ. നിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ വന്നിട്ടില്ല, നിന്റെ വീട്ടിൽ വന്നിട്ടില്ല, നിന്നെ യാതൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും പെൺദേഹത്തോട് ഒരു കാര്യമില്ലാതെ നീ മത്സരിക്കാൻ വരികയാണ്. പൊന്നുമോനെ, എന്നോട് മത്സരിക്കാൻ നീ ആയിട്ടില്ല. മനസ്സിലായോ? എന്നോട് മത്സരിക്കാൻ നീ ആയിട്ടില്ല. അപ്പോൾ നീ എന്ന വിഷത്തിന് ആണ്ടെ ഇത്രയും എണ്ണമാണ് വന്നത്. അതിൽ കുറേ എണ്ണം നിന്റെ പിന്നെ എന്തുവാ ഫേക്ക് ഐ ഡികളുണ്ട്. വഴികാട്ടി എന്ന് പറയുന്ന ആ ഐ ഡി മാഷെന്നുള്ള വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ഐ ഡി എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. പിന്നെ സാബു ചെറിയാനെന്ന് പറയുന്ന ഒരു പൊട്ടൻ, സന്തോഷ് ഗോപാൽ എന്ന് പറയുന്ന മരപ്പൊട്ടൻ, ഷാഹൂദ്, അമ്മുക്കുട്ടി, ഇത്രയും പേരാണ്. ഇത്ര എണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? നിന്റെ കൂടെ അങ്ങ് കൂട്ടി നിന്റെ വിഷം ഇരുന്ന് കുടിക്കാനായിട്ട്. നീ ഇവിടെ എഴുതിയിരുന്ന നെഗറ്റീവ് വിഷയങ്ങൾ മുഴുവൻ നിന്നെ ലൈക്ക് ചെയ്യുന്ന ഇത്ര എണ്ണം കുടിച്ചുകൊണ്ടേയിരിക്കുക. അവർക്ക് എഴുന്നേറ്റം ഉണ്ടാവില്ല. നിന്നെ ഇത്രയും എണ്ണത്തിനെയും കൂടെ ഒരു നുഖത്തിൽ പിടിച്ച് കെട്ടിയിടാം, അവിടെ എഴുന്നേറ്റം ഉണ്ടാവത്തില്ല. ഫുൾ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? ഇത്ര എണ്ണം ഫുൾ നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ഇത്രയെണ്ണം നീയും ഈ 5 എണ്ണം 6 എണ്ണവും കൂടെ കൂടിയാലേ അവിടെ ഒരു ഉയർച്ച ഉണ്ടാവില്ല. കാരണം നീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം കുടിക്കും, തുപ്പും. ആ വിഷം നീയൊക്കെ പങ്കിട്ട് കുടിക്കും. നിനക്കൊന്നും അമൃത് കിട്ടത്തില്ല, വിഷം മാത്രമേ കിട്ടുള്ളൂ. അമൃത് ഒരിക്കലും കിട്ടില്ല, വിഷം. കേട്ടോ? ഞാൻ ഇപ്പോൾ ഇതെടുത്ത് യൂട്യൂബ് ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യുവാണ്. എൻ്റെ ഞാൻ ശൂന്യതയാകുന്നു എന്ന ചാനലിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്തിടുന്നുണ്ട്. അപ്പോൾ നീ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗംഗൻ അണ്ണൂറെ, ഇത് ഭയങ്കര ഒരു സ്പിരിച്വൽ, ഇത് ഇത്തിരി അപകടകരമാണ്. അപകടകരമെന്ന് വെച്ചാൽ നല്ല അപകടം പിടിച്ച കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇതിൽ നിന്നും ആൾക്കാരെ പിന്തിരിപ്പിക്കാറുണ്ട്. ഞാൻ കഴിവതും ആളുകളോട് പറയും, നിങ്ങൾ പോസിറ്റീവിലേക്ക് വാ. ഞാൻ ഇവിടുന്ന് ഇടുന്ന കാര്യത്തിൽ നിങ്ങൾ നെഗറ്റീവ് എഴുതി വെച്ചാൽ നിങ്ങളെ കൊണ്ട് തന്നെ ഞാനിത് വായിപ്പിക്കും. നിങ്ങൾ സ്ഥിരം ഇത് വായിക്കും. നിങ്ങൾ എഴുതിയിടുന്ന വാക്കുകൾ നിങ്ങൾ തന്നെ മെല്ലെ 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 ഇരുന്ന് വരികൾ മെല്ലെ കണ്ണുകൾ ഓടിച്ച് മെല്ലെ വായിച്ച് 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 വായിച്ച്
നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് പുറത്ത് ചാടും. പുറത്തേക്ക് വരുന്ന ആ നെഗറ്റീവിനെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് താങ്ങാൻ കഴിയാതെ വരും. അങ്ങനെ നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടും, വീടുകളിൽ ഒറ്റപ്പെടും, സുഹൃത്തുക്കളുടെ ഇടയിൽ ഒറ്റപ്പെടും. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അവരെ പോസിറ്റീവായിട്ട് കണ്ടതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ ഇന്ന് ലോകമുണ്ട്. മനസ്സിലായോ? മെന്റലി എനിക്കൊരു ചെറിയ ഒരു ഇത് വന്നപ്പോൾ എന്നെ ആദ്യം തെറി പറഞ്ഞ ആളുകൾ പിന്നീട് ഈ ലോകം മുഴുവൻ, കേരളത്തിലെ മിക്ക ആളുകളും എന്നോടൊപ്പം ഉണ്ടായി. കാരണം എന്താണ്? അതങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, ആ മനസ്സ് പുറത്തു വരും. അതായത് മാനസിക നില തെറ്റുക അല്ലെങ്കിൽ ശരിയാകുക എന്ന് പറയും. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഇത് സംഭവിക്കുന്നതാണ്. ഇതൊരു പകർച്ചവ്യാധി പോലെയാണ്. നമ്മളുടെ കഴിവും കഴിവുകേടുകളും മുഴുവൻ പുറത്തേക്ക് വന്നെത്തുന്ന ഒരു കാര്യം. അപ്പം നീ ഇപ്പോൾ ഇവിടെ എഴുതിയിടുന്ന മുഴുവൻ നെഗറ്റീവാണ്. നിനക്ക് വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ എഴുതാം. നീ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികൾ ഇവിടെ നിനക്ക് ചെയ്തിടാം. അപ്പോൾ നിന്നോടൊപ്പം ആളുകൾ കൂടും. പക്ഷെ അത്ര സമയം കൂടെ നീ ഇവിടെ നെഗറ്റീവാണ്, വിഷമാണ് തുപ്പുന്നത്. ആ വിഷം തുപ്പാനായിട്ട് നീ എന്നും വരും. അത്ര സമയം നിന്റെ വേസ്റ്റ് ആവുകയാണ്. മനസ്സിലായോ? പക്ഷെ എൻ്റെ ഓരോ നിമിഷവും ഞാൻ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കൊണ്ട് ആളുകൾ അതിൻ്റെ ലെവൽ അവരെയൊക്കെ ഞാൻ എൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അതാണ് ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും യൂട്യൂബിൻ ആ വീഡിയോസുകളിലൊക്കെ ഞാൻ ലൈവായിട്ടും അല്ലാതെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. നീ അപ്പോൾ ഞാൻ എൻ്റെ ശിഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, ഉള്ള സമയം നിങ്ങൾ നെഗറ്റീവ് പറയാൻ പോവുകയും ചെയ്ത് പോസിറ്റീവ്. എന്നിട്ട് നീ പറയുന്നുണ്ട് എന്താ സ്വയം പുകഴ്ത്തിയെന്ന്. ഞാൻ എന്നെയല്ല പുകഴ്ത്തുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെയാണ് പുകഴ്ത്തുന്നത്. അത്ര മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല. ഞാൻ സ്പിരിച്വാലിറ്റിയാണ്, ഞാൻ ആത്മാവാകുന്നു. എൻ്റെ ആത്മാവിനെയാണ് ഞാൻ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ നീ നോക്കുമ്പോൾ എൻ്റെ ദേഹത്തെ നീ നോക്കുമ്പോൾ നാഗ എന്ന് പറയുന്ന ദേഹം, ആ പെൺദേഹം വന്ന് സ്വയം വാക്കുകൾ പറയുന്നു, സ്വയം ലവ് റിയാക്ഷൻ കൊടുക്കുന്നു, സ്വയം എന്തൊക്കെയോ പറയുന്നു, പുകഴ്ത്തുന്നു എന്ന് സാധാരണപ്പെട്ട ഒരു മനുഷ്യന് തോന്നാം. പക്ഷെ ഞാൻ അതിനപ്പുറമാണ്. ഞാൻ ചെയ്യുന്നത് ദേഹത്തെ അല്ല പുകഴ്ത്തുന്നത്, എൻ്റെ ഓരോ വാക്കുകളെയും. ആ വാക്കുകളെ എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ആത്മചൈതന്യം പറയുന്നതാണ്. ആ ആത്മചൈതന്യത്തെയാണ് ഞാൻ പുകഴ്ത്തുന്നത്. മണ്ട, ആ ആത്മചൈതന്യത്തോടാണ് ഞാൻ ഭക്തിപൂർവം ഞാൻ തൊഴുന്നത്. ആ ആത്മചൈതന്യത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് സാധാരണപ്പെട്ട നിങ്ങളോടൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ ഉള്ളിലെ ഉറങ്ങിക്കിടന്നിരുന്ന ആത്മചൈതന്യം ഉണർന്നപ്പോൾ അതിൻ്റെ വാക്കുകളെയാണ് ഞാൻ പുകഴ്ത്തുന്നത്. അല്ലാതെ എന്നെയല്ല, നാഗസൈരന്ധ്രിയല്ല ഞാൻ പുകഴ്ത്തുന്നത്. ആ ആത്മചൈതന്യത്തോട് ഞാൻ നിരന്തരം സംസാരിക്കുകയും ഭക്തിയോടുകൂടി സംസാരിക്കുകയും അവ എനിക്ക് പകർന്നു തരുന്ന അക്ഷരങ്ങളെ ഞാൻ ഭക്തി ബഹുമാനത്തോടുകൂടി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. സെൽഫ് അട്രാക്ഷൻ ആൻഡ് സെൽഫ്. മറ്റുള്ളവർക്ക് തോന്നും സ്വയം പുകഴ്ത്തിയാണ് ഗുരുനാഗ സൈരന്ധ്രി ദേവി എന്ന്. അത് ഇത് അറിയാൻ കഴിയാത്ത ഒരാൾക്കാണ് അതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. കാണുന്നവരെ ഫോട്ടോ വെച്ച് ഓരോന്ന് പറയാൻ നിങ്ങൾ നല്ലതാണ്. സ്വയം ചിന്തിക്കൂ. അനസ് മോൻ, എടാ മയിരെ, നിന്റെ ഫോട്ടോ വെച്ചാണോ ഞാൻ പറയുന്നത്? എടാ ആയോളി അനസ്, എടാ മണ്ട, എടാ ഞാൻ നാണ്ട് ഈ പരമതായോളിക്ക് മറുപടി കൊടുത്തോണ്ടിരിക്കുമ്പോഴേ
നീ എന്തിനാടാ പൊട്ട നീ വലിയ ആള് കളിച്ചു വരുന്നത്? നിന്നെയാണോ ഞാനിവിടെ പറയുന്നത്? നിന്നെ ഇനി അടുത്തതിനെ ഇനി നിനക്ക് അതിന് കൂലി തരാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒന്ന് തീർത്തോട്ടെ, മനസ്സിലായോ? അധ്വാനിച്ച് ജീവിച്ചൂടെ? എനിക്കൊട്ടും അധ്വാനിക്കാൻ വയ്യ. നിന്റെ അടുത്ത് ഞാൻ ഇരക്കാൻ വന്നോടാ തായോളി? എടാ പരമച്ചറ്റെ, എനിക്കിപ്പോൾ അധ്വാനിക്കാൻ വയ്യ. നീ എന്തോ ചെയ്യും? ഏടാ നീ നിന്റെ സാമാന്യം നിന്റെ പറയും തളർത്തിയിട്ടുണ്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. നീ നിന്റെ ഉമ്മായെന്ന് പറയുന്ന തേവിടിശ്ശിയുടെ അടുത്തോട്ട് ചെല്ല്. നിന്റെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവളുമാരുടെ അടുത്തോട്ട് ചെല്ല്, മനസ്സിലായോ? ഞാൻ നിന്റെ അടുത്ത് ഇരക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല. നിന്റെ അടുത്ത് കൈ നീട്ടി വന്നിട്ടുണ്ടോ? ഇല്ല. നീ സ്വയം ചിന്തിക്കത്. ഈ തായോളി എന്നെ പറഞ്ഞപ്പോൾ അവനിട്ട് കൊടുക്കുവോ മറുപടി? നിനക്കെന്തു പിന്നെ അവന്റെ വളി തൂങ്ങി നടക്കണോ? അവന്റെ പിന്നെ കഴയ്ക്കകത്ത് പിടിച്ച് ഞാന്ന് നടക്കണോ? എന്നാ നീ ഞാന്നോളൂ, അവന്റെ കഴയെ പിടിച്ച് ഞാന്ന് നടക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടാവൂ. മണ്ടന്മാരെല്ലാം കൂടെ ഒന്നിച്ചാവട്ടെ. അവൻ വന്നേക്ക് എന്നെയും കൊണ്ട് അധ്വാനിപ്പിക്കാം. നാണമില്ലല്ലോടാ പഴമതേണ്ടി നിനക്ക്? നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നീ അധ്വാനിപ്പിച്ച് കഴിയുവാന്നോ? പോയി ചെന്ന് പണിയെടുത്ത് തിന്നട നാറി. നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പണിക്ക് വിട്ടിട്ട് നീ ആ പെണ്ണുങ്ങളുടെ ചോറും തിന്ന് ജീവിക്കുന്ന ഒരു പരമതെണ്ടിയല്ലയോടാ നീയെ? എന്നൂസ് മോൻ, നാണമില്ലല്ലോ നാറി ഇങ്ങനെ നടക്കാം. പെണ്ണുങ്ങളെ പണിക്ക് വിട്ടിട്ട് അതും തിന്നുകൊണ്ട് കിടക്കുന്ന നാണം കെട്ട നാറി. ഇറങ്ങി പോടാ എൻ്റെ ലൈവിന്ന്. ഒരുത്തരും ഞാൻ മറുപടി കൊടുത്ത് തീർന്നില്ല, അതിനു മുമ്പേ പിന്നെ വന്നേക്കുന്നു. നീ ഞാൻ അധ്വാനിച്ചിട്ട് വേണം നിനക്ക് അതിന്റെ പങ്ക് പറ്റാൻ വരാനെ? നാണവിമാനം ഇല്ലാതെ നടക്കുന്ന ഇറങ്ങിപ്പോകുന്ന നാറി. പോയി ചെന്ന് ജോലി ചെയ്യടാ എൻ്റെ ലൈവിൽ നിന്ന് ഇറങ്ങി. നടക്കുന്ന പഴി വിഴുങ്ങി അവ അധ്വാനിപ്പിക്കാൻ. ഞാൻ ഇപ്പം അധ്വാനിക്കുന്നില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നാറി പരമതേണ്ടി? നിന്നെ ഞാൻ ഒരു വക പറഞ്ഞിട്ടില്ല. നീ അധ്വാനിച്ച് ജീവിക്കട്ടെ എന്ന് പോലും. നിന്റെ അടുത്ത് ഞാൻ തിന്നാൻ ചോദിച്ചു വന്നോ? പണം ചോദിച്ചു വന്നോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്തോ വലിക്കാനാ നീ ഇവിടെ കൊണ്ടുവന്ന് എഴുതി വിട്ടത്? ഞാനിപ്പോൾ അധ്വാനിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും. നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിനക്കൊരു മൈരും ചെയ്യാൻ പറ്റില്ല. നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നീ എന്തുവാ സാമാനം തളർത്തിയിട്ടുണ്ട് ഒരിടത്ത് ഇരിക്കുവാന്നോ? അവൻ വന്നേക്കുന്നു. അവൻ ഇനി കുത്തിയിരുന്ന് എഴുതുമായിരിക്കും. എനിക്കിനി അടുത്തത് എന്തോ എഴുതണമെന്ന് അങ്ങോട്ട് ഇരിക്കുമായിരിക്കും അവനെ. നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ. ഇവനുള്ളതൊന്ന് കൊടുത്തു കഴിയട്ടെ. കുറെ ആണുങ്ങൾ ഇങ്ങനെ അങ്ങ് നടന്നേക്കുവോ പെണ്ണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് കയറ്റാനായിട്ട്? നിനക്കൊന്നും നാണവമാനം ഇല്ലല്ലോടാ. നാണവമാനമില്ലല്ലോടാ പെണ്ണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവളുമാരുണ്ടാക്കി തരുന്നത് കയറ്റിക്കൊണ്ടിരിക്കാനേ. പോയി ജോലിക്ക് പോടാ നീയെ എൻ്റെ ലൈവിൽ നിന്ന് ഇറങ്ങിയിട്ട്. നിനക്ക് മറ്റേ എന്ത് അണ്ണൂർ എടാ, നിനക്ക് ഞാൻ തരുന്നുണ്ട് കൂലി. വിങ്സ് നിനക്ക് ഇവനെ എടുത്ത് പച്ചയ്ക്ക് ഞാൻ ഉണക്കട്ടെ. പച്ചയ്ക്ക് ഞാൻ എന്നെ വെയിലത്തിട്ട് ഉണക്കാൻ പോയി. എനിക്ക് അങ്ങോട്ട് കലിപ്പ് തീരുന്നില്ല. എന്തിയേ എടാ, നിന്റെ തിരുമോന്ത എന്തിയേടാ? കാണാൻ പറ്റുന്നില്ല, മങ്ങിയ രീതിയിലാവുകയെന്നല്ലോടാ നാറി. നിന്റെ തിരുമോന്ത ഞാനൊന്ന് നേരാവണ്ണം താട്ടെ നിന്റെ നീ ഇപ്പോൾ സ്വന്തമായിട്ടിരുന്ന് എടാ, നീ ഒന്ന് മനസ്സിലാക്കണം. നിന്റെ അടുക്കൽ ഒന്നിനും ഞാൻ കയറി വരുന്നില്ല. ഈ സമൂഹത്തിൽ നിനക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ ഓരോ നിമിഷവും നീ വിനിയോഗിക്കാനുള്ളതിന് എൻ്റെ കീഴിൽ വന്ന് എനിക്കിട്ട് താങ്ങാൻ വന്നാൽ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കണോ? എനിക്ക് ഇഷ്ടമുള്ളൊരു കമൻ്റ് ഇട്ടാലും വേണ്ടിയില്ല. നിന്റെ അടുക്കൽ ഞാൻ എന്തിനെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിന്നെ എന്താണ് മാന്ത്രികതയിലേക്ക് ഞാൻ വിടുവാണ്. കൊടും പട്ട് പ്രാന്തനാക്കി വിടുക.
നീ തന്നെ എഴുതി വെക്കുന്ന വിഷം നിന്നെ കൊണ്ട് തന്നെ ഞാൻ കഴിപ്പിച്ചേ അടങ്ങത്തുള്ളൂ മോനെ. നീ തന്നെ ഇവിടെ ഇനി സ്ഥിരം എഴുതി വിട്ടുകള ദിവ്യ, ലവ് യു എന്ന്. ഗംഗൻ അണ്ണൂർ. നിന്നെ ഞാൻ വിടത്തില്ല. നിന്നെ ഇനി കൊടും വട്ടനാക്കി ഭ്രാന്തനാക്കി നീ ഇപ്പോൾ ഈ ലൈവിൽ വന്ന് വിട്ടുകള ദിവ്യ, ലവ് യു എന്ന് പറയുന്നു. ഞാൻ വിടത്തില്ല. നീ ഇതൊന്ന് അനുഭവിക്കണം. നീ ഇനി ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരു ആണിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. നിനക്ക് വട്ട് പിടിക്കുമെന്നുള്ളത് ഒരു സംശയമില്ല. നിനക്ക് വട്ട് തന്നെ പിടിക്കും. മനസ്സിലായോ? നീ കുറേ ആയി ഞാനൊരു പാവമല്ലേന്ന്. അത് നീ എന്തുകൊണ്ട് നേരത്തെ ഓർമ്മിച്ചില്ല? നീ ഒരു പാവമാണ് എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ കുറേ ആയി. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. മനസ്സിലായോ? ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. പരിധി വിടുമ്പോഴാണ് പലരും കൊലപാതകം വരെ ചെയ്യുന്നത്. എനിക്ക് ഈ കൊല ചെയ്യുന്നവരോടൊക്കെ അവരോടൊക്കെ സഹതാപമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ഈ കൊലപാതകികളെല്ലാം തന്നെ പാവങ്ങളാ. കാരണം അവർ ചെയ്യുന്നതല്ല, അവർ ചെയ്തു പോകുന്നതാണ്. ഗതികെട്ട് അവർക്ക് ചെയ്തു പോകുന്നതാണ്. അതിന് നിന്നെപ്പോലുള്ള കുറേ നാറുകൾ ഇങ്ങനെ തുടരുമ്പോൾ കൊല ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരല്ല അവരൊക്കെ തന്നെ. കുറേ പേര് ജയിലിലൊക്കെ കിടക്കുന്നില്ലേ? അവരിങ്ങ് ചെയ്തു പോകുന്ന നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോകുന്നതാ. ഞാനും ഇതുപോലെ നിവൃത്തികേട് കൊണ്ടങ്ങ് ചെയ്തു പോവുക. ഇത് പക്ക മാന്ത്രികമാണ്. നിനക്ക് കിട്ടും മോനെ, നീ പണി കിട്ടും നിനക്ക്. നീ അരന്ന് വാങ്ങുക. നീ തുപ്പിയ വിഷം നിന്നെ കൊണ്ട് തന്നെ ഞാൻ കുടിപ്പിക്കുകയാണ്. നീ കുറേ വട്ടം ഇരുന്ന് വായിക്ക്. മെല്ലെ 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 വായിക്കണം. മെല്ലെ 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 വായിച്ച് ഇനി നീ നോക്കിക്കോ. നിന്റെ കൂട്ടുകാരെ, നിന്റെ നാട്ടുകാരെ ഒക്കെയും നിന്റെ മെന്റൽ പ്രോബ്ലം ആവുന്ന, നിനക്ക് മാനസിക വിഭ്രാന്തി കയറുമ്പോഴുണ്ടല്ലോ, അവരെല്ലാം നിന്നെ കളഞ്ഞിട്ട് പോകും. മനസ്സിലായോ? എല്ലാവരും നിന്നെ കളഞ്ഞിട്ട് പോകും. എല്ലാവരും കളഞ്ഞിട്ട് പോകുമ്പോഴാണ് ദാണ്ട് ഈ ലൈക്ക് അടിച്ച ഈ കിഴങ്ങന്മാരൊന്നും നിനക്ക് കാണത്തില്ല. ഒപ്പം ഞാനാണെങ്കിൽ എന്നെ നിയന്ത്രിച്ച പാട് എനിക്ക് മാത്രമേ അറിയാം. പക്ഷേ ഞാനൊരു ആശ്രമത്തിൽ ഗുരുക്കന്മാരുടെ അടുത്തൊന്നും പോയിട്ടില്ല. ആരും എന്നെ ഒന്ന് സ്വാതന്ത്ര്യപ്പിക്കാൻ പോലും വന്നിട്ടില്ല ആ സമയത്ത്. ഈ കിഴക്കന്മാരാരും കാണത്തില്ല ഈ ലൈക്ക് അടിച്ച്. ഞാൻ തന്നെ എന്നെ ചികിത്സിക്കുമായിരുന്നു. ഒരു ആത്മീയ ആചാര്യന്മാരുടെ അടുത്ത്, ഒരു ഗുരുക്കന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടില്ല. ഒരു ഡോക്ടർമാരെ ഞാൻ കാണാൻ പോയിട്ടില്ല. പക്ഷെ നിനക്കിനി എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിനക്കിനി വലിയ സംഭവം സംഭവിക്കും. അതിനുള്ള എല്ലാ പണിയും നീ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് എന്നും വന്ന്. ഒന്നുമല്ലേലും ഞാൻ ഇയാളോട് നാട്ടുകാരനല്ലേ, ആരും ഇല്ലേലും ദിവ്യ കാണില്ലേ എൻ്റെ കൂടെ. എടാ മൈരെ, നീ എണീറ്റ് പോടാ. നിന്റെ കൂടെ ഞാൻ ഒട്ടും കാണത്തില്ല മൈരെ. നീ എൻ്റെ നാട്ടുകാരനോ? നീ എൻ്റെ നാട്ടുകാരനാന്ന് പറയാ എനിക്ക് ഒന്നും അല്ലേലും ഞാൻ ഇയാളുടെ നാട്ടുകാരനല്ലേ, ആരും ഇല്ലേലും ദിവ്യ കാണില്ല എൻ്റെ കൂടെ. അങ്ങനെ പറയല്ലേ ദിവ്യ. ലൈവിൽ വന്ന് നീ ഇപ്പോൾ ഇങ്ങനെ എഴുതിയിടുന്നു. ഞാൻ നിൻ്റെ കൂടെ ഒന്നും കാണത്തില്ല. നിന്നെ കൂടുതൽ ഞാൻ നിന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ. കാരണം നീ ഓരോ നിമിഷവും നീ ഇന്നും ഇന്നലെയൊന്നും ഇറങ്ങിത്തിരിച്ചവനല്ല. അപ്പം നിനക്ക് ഇട്ടൊരു പണി തരിക എന്നത് നീ ഇനി എന്നൊക്കെ ഇങ്ങനെ എഴുതിയിടുന്നുണ്ടോ ആ നിമിഷം മുഴുവൻ നീ എഴുതി വെച്ച വിഷം നിന്നെ കൊണ്ട് തന്നെ ഞാൻ വായിപ്പിക്കും. നിന്നെ ഇങ്ങനെ 1 കോടി രൂപയ്ക്കാണ് വിൽക്കുന്നത്. മെൻ്റൽ ഹോസ്പിറ്റലിൽ ഞാൻ 1 കോടി രൂപയ്ക്ക് നിനക്കുള്ള ചികിത്സ
എനിക്ക് വേറെ ഇവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ വെക്കാനുള്ള സ്ഥലമില്ല, ഭൂമിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയാവോ? ഞാൻ യൂട്യൂബിലാണ് നിന്നെപ്പോലുള്ളതിനെയൊക്കെ പിടിച്ചിട്ടേക്കുന്നത്. 1 കോടി രൂപയാണ് നിനക്ക് ഞാൻ വില വെച്ചേക്കുന്നത്. നിന്റെ ചികിത്സയ്ക്ക്, ഭക്ഷണം, എല്ലാത്തിനും. നിന്നെ ഇട്ട് കട്ടുപോകും വട്ടി. ഞാനല്ല അത് ചെയ്യുന്നത്. നിന്റെ ഉള്ളിലെ ആത്മാവ് നിന്നോട് ചോദിക്കും മെല്ലെ ഓരോന്നും. ഇത് നീ തന്നെ വായിക്കും കേട്ടോ. ശരിയെങ്കിൽ എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം.